ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാപ്പി ലൈഫ് ബൈ നാനയുടെ ചാനലിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ഒരു പൂരോ വേലയോ എന്തോ നടക്കുന്നുണ്ടല്ലേ. അത് നമ്മുടെ വിയ്യൂർ കാവടിയാണ് കേട്ടോ. അപ്പോൾ വിയ്യൂർ ദേശത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാവടിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പലതരം കലാരൂപങ്ങളും അതേപോലെ തന്നെ വേഷങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ മേളങ്ങളും ആളുകളൊക്കെ ഡാൻസും പാട്ടൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനത്തെ ഇത് കണ്ടു. നല്ല ലൈറ്റും രാത്രിയിൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഫോട്ടോ എടുക്കലും ഒക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു എനിക്ക് നമുക്കിതിൽ കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. ഇങ്ങനത്തെ ഇതൊക്കെ എടുക്കണ ആളുകളുടെ അവസ്ഥ ആലോചിക്കുക. ഒരു ഭയങ്കര വെയിറ്റുള്ള സാധനമാണ് എടുത്ത് പൊക്കുന്നത്. അപ്പം അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാവടികളും അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ലൈറ്റ് തെയ്യങ്ങൾ, പലതരം വേഷങ്ങളൊക്കെ കിട്ടിയിട്ട് ദേവന്മാരുടെ രൂപങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനത്തെ തെയ്യം അവർ ഇങ്ങനത്തെ അവർക്ക് ഓരോ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അവർ ഡാൻസ് കളിക്കും. അപ്പോൾ അവർ കുറച്ച് ദൂരം നടക്കുമ്പോൾ അവർക്കിരിക്കാനായിട്ട് കസാരയൊക്കെ കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ശിങ്കാരിമേളം മാത്രമല്ല അല്ലേ, നമ്മൾ ബാൻഡ് സെറ്റ് മേളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പെരുന്നാൾക്ക് പോകുമ്പോൾ മാത്രമാണല്ലോ അത് കേൾക്കുക. ഇപ്പോൾ ഇതിനും നമ്മളിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സാധാരണ കാവടി മാത്രമല്ല, വൈകുന്നേരം ആകുമ്പോൾ പ്ലേറ്റ് കാവടിയും വെറൈറ്റി കാവടികളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും മേളത്തിനും താളത്തിനൊക്കെ അനുസരിച്ച് തുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ഓരോ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ഇപ്പോഴത്തെ ഇപ്പോൾ കോപ്പിറൈറ്റ് വരും. അതുകൊണ്ടാണ് ഞാനത് ഒറിജിനൽ വോയിസ് ഇടാത്ത കേട്ടോ. അല്ലെങ്കിൽ ഞാനത് കേൾപ്പിച്ചെന്നതിന് എന്നുവെച്ചാൽ നമുക്കിപ്പോഴത്തെ പാട്ടൊക്കെ ഉള്ള മേളങ്ങളുണ്ടല്ലോ, നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ, അതൊക്കെ പണ്ടത്തെ പാട്ടുകളൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇപ്പോൾ വരുന്നത്. അതൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഇഷ്ടമാണല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മേളങ്ങളും ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളും ചെറുപ്പക്കാരും പ്രായമായ അച്ചാച്ചന്മാരും നേതാട്ടന്മാരും ഒക്കെ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഓരോ പരിപാടികൾക്കൊക്കെ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കൂടി കാണുമ്പോൾ കുറേ പരിചയമുള്ളവരും കുറേ നാളുകൾക്ക് ശേഷം കാണുന്നവരും ഒക്കെ കണ്ടുമുട്ടുമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനത്തെ കുരുത്തോല പന്തൽ ഉയർത്തൽ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉയർത്തിയിട്ട് അങ്ങനെയാണ് അതിൻ്റെ തുടങ്ങുക. അപ്പോൾ അത് ഒരു ദേശത്ത് തന്നെ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ അവരുടെ ദേശക്കാരാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരത് ഒരു എന്താ പറയുക, അവരുടെ ഫ്രണ്ടിലൊരു കവാടം വെച്ചേക്കണം. അതിൻ്റെ മുകളിൽ ശിവൻ്റെ ഒക്കെ ഒരു രൂപം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ വൈകുന്നേരമായപ്പോൾ ഇങ്ങനെ ലൈറ്റ് തീയൊക്കെ വരുന്നുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ പേടിയായിട്ട് എനിക്ക്. കാരണം അത്രയും എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒരു തീയും പുക ഭയങ്കര എഫക്റ്റായിരുന്നു. രാത്രിയാണല്ലോ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് മേളവും അതുപോലെ പോപ്പർ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ, ഒരു കുഞ്ഞു കുഞ്ഞു പേപ്പേഴ്സൊക്കെ പോലത്തെ സാധനം പോപ്പേഴ്സ് നമ്മൾ ഇങ്ങനെ ഈ മേളത്തിനനുസരിച്ച് അവർ മേളം മുറുകുമ്പോൾ അതിനനുസരിച്ചിട്ട് അവർ മറ്റേ ഈ പോപ്പർ ഇടും. അപ്പോൾ എല്ലാവരും അത് മുഖത്തും മേലൊക്കെ ആവും. എൻ്റെ തലയിലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സംഭവങ്ങളൊക്കെ. ഇത് വേറൊരു സംഭവമാണ്. ഇതൊക്കെ ഞാൻ വെറൈറ്റി ആയിട്ട് ഇപ്പോൾ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. അപ്പോൾ ആ ഭാഗത്തുള്ള ആൾക്കാരും എല്ലാ നാട്ടുകാരും വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി പരിപാടിയായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വിയ്യൂർ കാവടിയാട്ടോ. പക്ഷെ അവിടെ വെറൈറ്റി കാവടികളും അടിപൊളി സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, നമുക്ക് നോക്കി നിൽക്കാനായിട്ട് തോന്നും. അത്രയും അവരുടെ കൊട്ടും വെറൈറ്റി സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നത് ഇവരാണ്. ഇപ്രാവശ്യവും വെറൈറ്റി സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഓരോ സെറ്റുകാരുടെ മേളങ്ങളും കാവടികളൊക്കെ ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു കേട്ടോ. നമ്മളുടെ അവിടെ ഏറ്റവും കൂടുതലും കാവടി, പൂരം, പെരുന്നാൾ ഇതൊക്കെയാണല്ലോ നമുക്ക് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ വെച്ചാൽ നമ്മൾ അത്രയും
കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. ശരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് കേട്ടോ, ഇവർ ഈ എന്നിട്ട് പറയുക, ഈ ആഘോഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വെച്ചെങ്കിൽ എന്തായിരിക്കും അല്ലേ, ലൈഫ് ഭയങ്കര ബോറായിരിക്കും. അപ്പോൾ ഓരോ ഭാഗത്തിൻ്റെ മേളങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഈ ചേട്ടനുണ്ടല്ലോ, നമ്മളുടെ മസ്കാരിയ റീൽസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്, അതിലത്തെ ചേട്ടനാട്ടോ. ആ ചേട്ടൻ നല്ല അഭിനയമാണ് ആ ചേട്ടൻ്റെ, ആക്ടിങ്ങൊക്കെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ആ ചേട്ടൻ്റെ ഇതിൽ വീഡിയോസിലൊക്കെ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ചേട്ടൻ ഞങ്ങളുടെ അവിടെ അടുത്താണ് വീടേ, അപ്പോൾ അങ്ങോട്ട് വരാറുണ്ട്. പിന്നെ ആൾ പുലിക്കളിക്ക് വേഷമൊക്കെ കെട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അതിലൊരു വെറൈറ്റി ആയിട്ട് കണ്ടതാണ് ഈ ലൈറ്റ് കാവടി കേട്ടോ. വൈകുന്നേരങ്ങളിലാണ് ലൈറ്റ് കാവടിയൊക്കെ ഇടുക. അപ്പോൾ അതിലിങ്ങനെ എല്ലാ കാവടികളും നിരത്തി നിൽക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് പേടിയായിരുന്നു അടുത്ത് നിൽക്കുമ്പോൾ, കാരണം എന്താ വെച്ചാൽ നമ്മുടെ മേത്ത് വീഴുമോ. നല്ല വെയിറ്റാണ് കേട്ടോ. ഇത് ചെയ്യണ ചേട്ടന്മാരെ സമ്മതിക്കണം. എന്നുവെച്ചാൽ അത്രയും എന്താ പറയുക എഫേർട്ട് എടുത്തിട്ടാണ് അവരിത് ചെയ്യുന്നത് കേട്ടോ. എനിക്കപ്പോൾ അത് കണ്ടപ്പോൾ ആകെ എന്താ പറയുക, അവർ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ. അപ്പോൾ അത് രാത്രി കാണുമ്പോൾ തന്നെ രസമാണ്. അപ്പോൾ എനിക്ക് ചേട്ടൻ്റെ കൂട്ടുകാരൻ നന്നാട്ടോ ഈ ഒരു കണ്ണാടി ഒരു തൊപ്പിയൊക്കെ, ഞാൻ കണ്ണീരൊക്കെ എടുത്ത് വെച്ചിട്ട് ഇതാക്കാണ്. അപ്പോൾ അവരൊക്കെ അത് വീഡിയോ എടുക്കുക, ഞാനതൊക്കെ വീഡിയോ എടുക്കുമായിരുന്നു. എനിക്കത് ഇഷ്ടപ്പെട്ടു, സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ കൊണ്ടുവന്നത് ഈ ലൈറ്റും അതുപോലെ ഈ ഫയറൊക്കെ ഭയങ്കര നമുക്ക് പേടി, കാരണം മേത്തിയാണ് തീ തെറിച്ച് കഴിഞ്ഞാൽ വന്നിട്ട് പേടിച്ചു. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് പേടി ഉണ്ടാവില്ല, കാരണം എന്താ വെച്ചാൽ പിന്നെ വന്നതാണ് നമ്മുടെ ആ ഈ രഥം കേട്ടോ. ഈ രഥത്തിൽ അവിടുത്തെ ദൈവത്തിനൊക്കെ കൊണ്ട് വിഗ്രഹമൊക്കെ വെച്ചിട്ടാണ് വന്നിരുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ എല്ലാ സെറ്റുകാരും കൂടി പന്തലിൽ വന്നിട്ട് അവരുടെ കുട്ടിക്കലാശമാണ് കേട്ടോ, സൂപ്പറായിരുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക രസം. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയമൊക്കെ ഉണ്ട്, ആ ടൈമിനാണ് അവരത് കൊട്ടുന്നതും ഇതൊക്കെ ചെയ്യുന്നതും ഒക്കെ കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി എന്താ പറയുക, എല്ലാവരെയും സേഫാണല്ലോ നമ്മൾ നോക്കുക. അപ്പോൾ എല്ലാവരും കുറേ മാറിയൊക്കെ നിൽക്കും, കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ കൂടുതലും ഇടിയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ.